സീരിയസ് മോഡിലാണ് ആക്ച്വലി. എന്ത് മോഡില്? സീരിയസ് മോഡിലേക്ക്. ആക്ച്വലി ഞാൻ വ്യതിചലിച്ചു പോകുന്നില്ലല്ലോ. എന്ത് പോകുന്നില്ലല്ലോ? വ്യതിചലിച്ചു പോകുന്നില്ലല്ലോ സീരിയസ് മോഡിന്ന്. പ്രണയിക്കുന്ന അതേരാണ്. ഇല്ല, done and dusted. എന്റെ അച്ഛനും അമ്മയൊക്കെ കാണുന്നത്. വാട്ട് കൈൻഡ് ഓഫ് സിനിമ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? പിന്നെ ബാക്കിയുള്ളവർക്ക് എടുത്ത് കളയാണല്ലോ. ഈ ഷൈൻ ചേട്ടൻ ഓടി വരണപ്പോ ആദ്യം അവിടെ നിന്ന് ആലോചിച്ചിട്ട് എങ്ങനെ സാധിക്കുന്നു അതിന് ഞാൻ ഓടി വരുന്നു. ബാക്കിൽ നിന്ന് ആൾക്കാര് 4-5 പേരുണ്ട് ഓടിപ്പിക്കാൻ. ആണോ? ഞാൻ എന്റെ അച്ഛനമ്മയോട് ഓരും പറഞ്ഞിട്ട് ഒളിപ്പിച്ചു വെച്ചത്. എല്ലാം സീരിയൽ അല്ലെങ്കിൽ റീൽസ് അല്ലെങ്കിൽ മറ്റേ സീരീസ് ഒന്നുമില്ല. സിനിമ എല്ലാവരും ഉണ്ട്, ഞാൻ മാത്രല്ല. ഡ്രഗ് മാഫിയ ക്വീൻ ഒക്കെ പോലത്തെ സാധനമാണല്ലോ. നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ മെഡിക്കൽ സ്റ്റോർ, ഡ്രഗ് സ്റ്റോർ എന്നാണ് ടെക്നിക്കലി കറക്റ്റ്. അല്ലെങ്കിൽ ഷൈനായിട്ട് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ പോയിന്റ്. പക്ഷെ പറയേണ്ടത് ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. വളരെ ലേറ്റ് ആയിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് വർത്താനം പറയുന്നതുകൊണ്ട് കൂടുതൽ ഇൻട്രോ ഒന്നുമില്ല. ഇതിനേക്കാൾ ലേറ്റ് ആയിട്ടും വളരെ നേരത്തെ ആയിട്ടും നിർത്തിയിട്ടുണ്ട്, മോർണിംഗ് വരെ. ഈ ഷൈൻ ചേട്ടൻ ഓടി വരണപ്പോ ആദ്യം അവിടെ നിന്ന് ആലോചിച്ചിട്ട് എങ്ങനെ സാധിക്കുന്നു അതിന് ഞാൻ ഓടി വരുന്നു. ബാക്കിൽ നിന്ന് ആൾക്കാര് 4-5 പേരുണ്ട് ഓടിപ്പിക്കാൻ. അപ്പൊ മാളവിക, ഷൈൻ ചേട്ടൻ, മുബിൻ ആൻഡ് ദേവിക, വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ്. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. നാദിർഷക്കയുടെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ നാദിർഷക്ക അതിന്റെ അകത്ത് പറഞ്ഞു ഈ സ്റ്റോറി കൊച്ചിയിൽ നല്ല ഏത് സ്ഥലത്ത് കൊണ്ടേ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. Once upon a time in Mumbai, once upon a time in America. But why in Kochi? Why in Kochi? Because we are in Kochi. നിങ്ങൾ എല്ലാരും കൊച്ചിയിലായതുകൊണ്ട് ആക്ച്വലി വി ആർ ലുക്കിംഗ് ലൈക്ക് ആംസ്റ്റർഡാം ഒക്കെ പോകണം എന്ന് ആഗ്രഹമുണ്ട്. വൺസ് അപ്പോൺ ടൈം ഇൻ ആംസ്റ്റർഡാം. അതായിരുന്നു നല്ലത്. അത് നല്ലതല്ല, അതാണ് എപ്പോഴും നല്ലത്. കൺഫ്യൂഷൻസ് ഇല്ല. രസമുണ്ടായിരുന്നു. ഡയറക്റ്റഡ് ബൈ നാദിർഷ, റിട്ടൺ ബൈ റഫി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ഫുൾ ഓൺ എന്റർടൈനർ, അതായത് കംപ്ലീറ്റ് ചിരിച്ചു മറിക്കാനുള്ള ഒരു സിനിമ. വാട്ട് കൈൻഡ് ഓഫ് സിനിമ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? സിനിമ ടു വാച്ച്. പിന്നെ ബാക്കിയുള്ളവർക്ക് എടുത്ത് കളയാണല്ലോ. സിനിമ ഓൺലി. സിനിമയിൽ എല്ലാ വികാരങ്ങളും വരും, എല്ലാ ഇമോഷൻസും വരും. അല്ല, ഏത് ജോണർ? ദിസ് ഇസ് എ ജോണർ ഓഫ് ലൈക്ക് എന്റർടൈനിങ് ജോണർ. അതിപ്പോ എല്ലാ സിനിമയ്ക്ക് ഒരു സിനിമ മാത്രമേ ഉള്ളൂ ആക്ച്വലി. ഇപ്പോഴാണ് ഇങ്ങനെ കുറെ ജോണേഴ്സ് തോന്നുന്നത് അല്ലേ? ആക്ച്വലി കാബൂളിവാല എന്ത് സിനിമയാണ്? കോമഡി ഫൺ, ഇമോഷണൽ സെന്റി മൂവി അല്ല അത് അവസാനം കുറച്ച് നമ്മൾ അതിന്റെ മെജോറിറ്റിയിലല്ലേ കോൺസെൻട്രേറ്റ് ചെയ്യാം. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത് ആണോ? സിദ്ദിഖ് ലാലാണല്ലോ അത്. അപ്പൊ വാപ്സി എന്റെ കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി ഒക്കെ നോക്കുന്ന പരിപാടിയാണ്. അതിലാ പിള്ളേരില് സോഹനൊക്കെ ഉണ്ട് ഡാൻസ് കളിക്കുന്നതിൽ. സോഹൻ ചേട്ടനൊക്കെ ഉണ്ട്. മറ്റേ കന്നാസുകളില്ലേ, മറ്റേ ചാകൊക്കെ പിടിച്ചിട്ട്. പിന്നെ നമ്മുടെ ആൽബി ഉണ്ട്. സോഹൻ ചേട്ടൻ ഇപ്പൊ അതില് പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇല്ല, അന്ന് ചെറിയ കുട്ടിയല്ലേ. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് വലിയ കുട്ടിയായില്ലേ, കുട്ടിയാവാറായി. അതല്ല ഇപ്പോഴത്തെ രൂപം വെച്ചിട്ടേ. ഇപ്പോഴത്തെ രൂപം വെച്ചിട്ട് എങ്ങനെയാണോ സ്കൂളിൽ പൊടി. കുഴപ്പമില്ല. എന്ത് പറയാൻ വന്നു? ഞങ്ങളോട് മാത്രല്ല അവിടെ പറ. എന്ത് പറയണോ? എന്ത് പറയാൻ വന്നു? പുതിയ ആളാണ്. അതെ, പുതിയ ആളുടെ ഈ റഫിക്ക എന്ന് പറയുമ്പോ ഒരുപാട് ആളുകൾക്ക് ഇൻട്രോ എടുത്തിട്ടുള്ള ആളാണ്. മോൻ ഇൻട്രോ എടുക്കാൻ എന്ത് ഇത്ര ലേറ്റ് ആയ? മോൻ അതൊക്കെ ഒരു സമയത്തല്ലേ. എല്ലാത്തിനും അതിന്റേതായ സമയമില്ലേ മഞ്ജുന്ന്, അല്ലേ? അല്ലേ? എത്ര മക്കളാണ്? മൂത്താണോ? അതെ. താഴെയുള്ളത് ഇപ്പൊ LLB ചെയ്യുന്നത്. വീട്ടിലൊരു വക്കീലുണ്ടാവുന്നല്ല. പിന്നെ ഏറ്റവും താഴെ ഇല്ലാത്തതുകൊണ്ട് അനുഭവിച്ചിട്ടുണ്ട് കുറെ. അതെ. പിന്നെ ഏറ്റവും താഴെയുള്ള ആളിപ്പോ ആനിമേഷൻ പഠിക്കണം. പുള്ളി ഇതിലൊരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. മക്കൾ രണ്ടുപേരുണ്ട് ഇതിന്റെ അകത്ത്. ഒരാള് കേസ് കൊടുത്താലും ഒരാള് കേസ് കൊടുത്താൻ
എല്ലാം വീട്ടിൽ തന്നെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. 6 വർഷം അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്തു. പക്ഷെ അപ്പോഴൊക്കെ തലയില് 6 വർഷല്ലേ, 6 വർഷത്തോളം അല്ല 9 വർഷത്തോളം. 2013 ആദ്യമായിട്ട് ഞാൻ 2002 തുടങ്ങി. 2013 വർക്ക് ചെയ്തു. റിംഗ് മാസ്റ്ററിലാണ്. മാസ്റ്റർ സിംഗംപോൾ കോളേജില് ആയിരുന്ന ടൈമില് തൊട്ട് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഡയറക്ഷൻ അല്ലായിരുന്നു പ്ലാൻ? അങ്ങനെ ഇപ്പൊ ആക്ടർ ആവണമെന്നുണ്ട് ആരെങ്കിലും വന്നാൽ ആർക്കെങ്കിലും ഇവിടെ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടോ? ആരെങ്കിലും അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? ആക്ടറിന് മാത്രം ഇവിടെ അങ്ങനെയുള്ള ഒരു സാധ്യതയില്ല സിനിമ ഇൻഡസ്ട്രിയിൽ, അല്ലേ? മേക്ക് അസിസ്റ്റന്റ് ആവും, ഡയറക്ടർ അസിസ്റ്റന്റ് ആവും, അസിസ്റ്റന്റ് ആവും, ക്യാമറ എല്ലാതും അസിസ്റ്റന്റ് ആവും. പക്ഷെ എനിക്ക് അഭിനയിക്കണം, നമുക്ക് അസിസ്റ്റന്റ് ആക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് അസിസ്റ്റന്റ് ആക്കും. അത് ശരിയല്ലേ? പോയിന്റ്. അപ്പൊ ഒറ്റബുദ്ധിക്ക് ഇറങ്ങി തരുന്ന കുറച്ച് ഭ്രാന്തന്മാരാണ് ഈ ആക്ടേഴ്സ്. അല്ല പക്ഷെ ഇത് ആരടുത്തും പറയാനും പറ്റില്ല ആഗ്രഹമായിട്ട്. ഇത് തന്നെ എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞേ. ആണോ? ഞാൻ എന്റെ അച്ഛനമ്മയോട് പോലും പറഞ്ഞിട്ട് ഒളിപ്പിച്ചു വെച്ചത്. എന്നിട്ട് അവരോട് ലാസ്റ്റ് നിമിഷം പറഞ്ഞു എനിക്ക് സിനിമ അറിയാം. പിന്നെന്ത് ചെയ്യാനാ? അപ്പൊ അവരെന്ത് പറഞ്ഞു? പോയിക്കോ. പൊക്കോന്ന്. കാരണം ഒരു തരത്തിലും വേറൊരു രീതിയിലും വർക്കൗട്ടാ ഇല്ലാന്ന് മനസ്സിലായി അവർക്ക്. 10-12 കൊല്ലം കൊണ്ട് മനസ്സിലായ. എന്നാ ഈ വഴിക്ക് പോട്ടെ, എന്തെങ്കിലും വഴിക്ക് പോട്ടെ അല്ലേ? വഴി നമ്മൾ നടക്കുന്നതനുസരിച്ച് ഉണ്ടായി വരുന്നതാണ്. അല്ലാതെ പ്രത്യേക വഴികളൊന്നുമില്ല. എല്ലാ വഴികളും റോമിലേക്കാന്ന് പറയെങ്കിലും എല്ലാ വഴികളും റോമിലേക്കാണെന്ന് നമ്മൾ പറയില്ലേ? റോമയിലേക്കല്ല, റോം. മനസ്സിലായി, റോമിലേക്ക്. അല്ല റഫിക്കോട് പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ? ഒന്ന് പോയടാപ്പാന്ന്. അങ്ങനെയാണോ പറഞ്ഞത്? മോനോട് എങ്ങനെയാ പോയടാപ്പാന്ന് പറയാ? ഒന്ന് പോയട മോനെ. അത് അപ്പോൾ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഒക്കെ ആയിരുന്നിട്ടും കൂടി അങ്ങനെയാണ് പറഞ്ഞത്. എല്ലാവരും പിന്നെ എന്താ പറയാ, ഈ ഒരു ആകെ ഇത് ഒറ്റ ബുദ്ധിയാണ്. ഞാൻ പറഞ്ഞില്ല ആക്ടർ ആവാൻ വേണ്ടിപ്പോ എല്ലാ ആക്ടേഴ്സിന്റെ അടുത്ത് നോക്കിയാൽ നമുക്കാണെങ്കിലും എന്താണെങ്കിലും ആദ്യമായിട്ട് എനിക്ക് സിനിമ അഭിനയിക്കാന്ന് പറഞ്ഞാൽ നീ ആ സീൻ എടുത്താ പണിയല്ല സിനിമയിലെ നമുക്ക് ഇങ്ങനെ കൊണ്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുള്ളൂ. വെയിറ്റിംഗ് കൊണ്ട് വെറുതെ ഇരുന്നാ പോലെ മുറിയിലുള്ളിൽ പുറത്തേക്ക് ഇറങ്ങണം അല്ലേ? എവിടെയെങ്കിലും ഒക്കെ എത്തണം, എവിടെയെങ്കിലും ഒക്കെ പോയി പണിയെടുക്കണം അല്ലേ? പണിയെടുക്കണം എന്നല്ല, നമുക്ക് ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് പണി എടുക്കുക എന്നുള്ള തോന്നലില്ല ആക്ച്വലി അതില്. ദേവിക ബാലതാരമായിട്ട് വന്നതല്ലേ? എന്ത് പറഞ്ഞു? ഞാൻ മാത്രം മിസ്സായി പോയി. സ്റ്റോറിയാണ് കണക്ഷൻ. നമ്മള് ഇന്റർവ്യൂ മാറി ഷൈൻചേട്ടാ ആള് മാറി. ബാലതാരമായിട്ട് വന്നതെന്ന് അറിയോ? ബാലതാരമായിട്ടാണ് ദേവിക വന്നതെന്ന് അറിയോ? അതൊക്കെ അറിയാം. പിന്നെ അല്ല അതല്ല, ഭയങ്കര ആഗ്രഹം ഉണ്ടല്ലോ സിനിമയിൽ അഭിനയിക്കണമെന്ന്. ഈ പറഞ്ഞ പോലെ ഭയങ്കര ആഗ്രഹം ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ പിടിച്ചു വലിച്ചു കൊടുക്കുന്നത് അഭിനയിക്കണോ? അങ്ങനെ ഞാൻ പറഞ്ഞോ? ഇപ്പൊ എനിക്ക് ബിരിയാണി ഇഷ്ടാന്നുള്ളതുകൊണ്ട് ഫ്രൈഡ് റൈസ് ഇഷ്ടമല്ലാന്നില്ലല്ലോ. ഇതെന്തത് ഷൈൻ ചേട്ടന് മാത്രം കമ്പയർ ചെയ്താൽ മതി. ഭക്ഷണത്തിൽ ഇപ്പൊ ബിരിയാണി മാത്രമാണ് ഓക്കെ. അതെങ്ങനെ ഒരാൾക്ക് ബിരിയാണി മാത്രം വെച്ച് ജീവിക്കാൻ പറ്റും? സിനിമ എന്ന് പറയുന്നത് അതാ സിനിമ, പിന്നെ വേറെ ഒന്നുമില്ലേ? നത്തിങ്. എല്ലാ സീരിയൽ അല്ലെങ്കിൽ റീൽസ് അല്ലെങ്കിൽ മറ്റേ സീരീസ് ഒന്നുമില്ല, സിനിമ ഓൺലി. എല്ലാരും ഉണ്ട്, ഞാൻ മാത്രല്ല റീൽ. അല്ല അതിന് ഞാൻ പറയാ, അതിനെ നോക്കിട്ടോ അല്ലാതെ ഒന്നും വേണ്ടെന്നല്ല. അല്ലാട്ടോ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അവിടെ ഒരൊറ്റ അത് മാത്രമേ ഉള്ളൂ. there is no plan B because മനസ്സിലായില്ലേ? ഒരു ക്ലാസ്സിലെ എത്രാമത്തെ തുള്ളിയിലാണെന്നാ പറഞ്ഞ അത് കഴിഞ്ഞിട്ട് അത് അല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ ആ ക്ലാസ് കഴിഞ്ഞിട്ടാവില്ലേ? ക്ലാസ് വെള്ളം എപ്പ വെച്ചാ അതിപ്പോ തീർന്നിട്ടൊന്നുമില്ല. അത് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ഫോളോ ചെയ്തിട്ടുണ്ട്. അതൊന്നും രക്ഷപ്പെടാൻ പറ്റുള്ള. ക്രിസ്റ്റഫറിന്റെ ഇന്റർവ്യൂവിന് ഇറങ്ങിയ ട്രോളാ. കഴിഞ്ഞോ? ഏതാണ് റാഫിക്ക പറഞ്ഞൊന്ന് കംപ്ലീറ്റ് ആക്കോ? എന്താ പറഞ്ഞ ഒരു താല്പര്യമില്ല. ആ റാഫിക്ക പറഞ്ഞു കംപ്ലീറ്റ് അങ്ങനെയാണ്. അല്ല അത് ഞാൻ റാഫിക്ക പറഞ്ഞു നാടകങ്ങൾ ചെയ്യാറുണ്ടോ? സ്റ്റേജ് സ്കൂളില് ചെയ്തിട്ടുണ്ട്. അതെന്റെ വാപ്ഷെടുത്ത് ഇങ്ങനെ എനിക്ക് അഭിനയിക്കാനുള്ള താല്പര്യം, ഒരു സ്ക്രിപ്റ്റ് വരുമെന്ന് ചോദിച്ചു.
പുള്ളി തരില്ല എന്ന് പറഞ്ഞു. Nice. കാരണം നിന്റെ ഒന്നും കാശ് കിട്ടില്ല. അതെ സത്യം. Point, point. അതുകൊണ്ടല്ല ആരും അത് സീരിയസ് ആയിട്ട് എടുക്കില്ല നമ്മൾ പറയാൻ സമയത്ത്. അതെ, അപ്പൊ പുള്ളി ഞാൻ സീരിയസ് ആണോ എന്ന് അറിയാൻ വേണ്ടിട്ടായിരിക്കും എന്റെ അടുത്ത് AD ആയിട്ട് വർക്ക് ചെയ്ത് നോക്ക്, അല്ലെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ നോക്ക്. എന്തായാലും താല്പര്യമില്ലാത്തവരാണ് ഉച്ചയ്ക്ക് ആകുമ്പോ പോകും. അതെ, ഷൂട്ട് തുടങ്ങിയിട്ട്. നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ നമ്മള് പോകില്ല. കമൽ സാറിന്റെ നമ്മളൊന്നും പടത്തിന് അങ്ങനെ അന്ന് ഒന്ന് കയറി പിന്നെ ഞാൻ പോയിട്ടേ ഇല്ല വീട്ടില്. 22 വർഷം ഞാൻ ഹോട്ടലിൽ താമസിക്കാതെ തുടങ്ങിയത്. എത്ര സിനിമകൾ ചെയ്ത അസിസ്റ്റന്റ് ആയിട്ട്? 6-7 ആണ്. ഞാൻ 15. 15 പടോ? പഠിക്കണ്ട ഒരു വസ്തു പഠിക്കലല്ലോ അന്നും ഇന്നും. അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കണത്. ഏതെങ്കിലും ഒരു നടൻ വൈകി വരികയോ ഡയലോഗ് ഓരോ തെറ്റിയോ കാത്തിരിക്കുക ഞാൻ സെറ്റില്. ഇപ്പൊ ശരിയാവും. അങ്ങനെ കിട്ടിയാടോ നമ്മളുടെ മറ്റേ ബസ്സിൽ നിന്ന് ഇറങ്ങി വന്ന സീനൊക്കെ? എന്താ അത് വെറുതെ ബാക്കിൽ പിടിച്ചിട്ട് നല്ലതൊരു സീനാണല്ലോ. അത് ഫസ്റ്റ് പടം തന്നെ നമ്മള്. അതങ്ങനെ ഒന്നല്ല. രാത്രി സമയങ്ങളില് ജൂനിയർ ആർട്ടിസ്റ്റ് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ പോയി ഇറങ്ങാം. അപ്പം ക്രൂവിലുള്ള ആൾക്കാരെ തന്നെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നിർത്തും കണ്ടിന്യൂറ്റിക്ക് വേണ്ടി അല്ലേ? അതെ, ഞാനും അങ്ങനെ കുറെ പടങ്ങളിൽ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. 2 കൺട്രീസിലും. 2 കൺട്രിയിലാ അങ്ങോട്ട് പോയിട്ടോ പുറത്തേക്ക്? അല്ല, അവിടത്തേക്ക് നമ്മളെ കൊണ്ടുപോകില്ലല്ലോ. ചെലവ് ഡയറക്ടർ, അസോസിയേറ്റ് ഡയറക്ടർ. ഇത് വാപ്പനെ ഏതൊരു ഇന്റർവ്യൂല് പറഞ്ഞ കേട്ടോ. 6 വർഷത്തോളം അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അപ്പൊ ഡയറക്ഷൻ എന്നുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് എങ്ങനെ അഭിനയം വന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പെട്ടെന്ന് അഭിനയം വന്നു അങ്ങനെ ആ വഴി. അങ്ങനെ ഉണ്ടായിരുന്നു. ഡയറക്ഷനും അഭിനയം എല്ലാം ഇവിടെ തന്നെയാ നടക്കുന്നത്. പക്ഷെ രണ്ടും 2 സാധനമാണല്ലോ. മറ്റേത് ആക്ടറാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങാനും പറ്റില്ല, അത് ഒരാളോട് പറയാനും പറ്റില്ല. നേരത്തെ പറഞ്ഞില്ല, അതൊരു പ്രൊഫഷനായിട്ട് നമ്മുടെ ആളുകൾ അംഗീകരിക്കുമെന്ന് അറിയില്ല, നമ്മളെ കളിയാക്കുമെന്ന് അറിയില്ല. മെയിൻ ആയിട്ട് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആണ് ആക്ടേഴ്സിനെ തീരെ കണി നിർത്താൻ കണ്ടുകൂടാത്. അങ്ങനെ ഒരു പ്രശ്നം ഇപ്പൊ ഞാൻ അസിസ്റ്റന്റ് ആയിരിക്കുമ്പോ ഏതെങ്കിലും ആർട്ടിസ്റ്റ് ചാൻസ് വെച്ച് വരുമ്പോ പോയാ ചാൻസ് വെച്ച് വരും. അത് കാരണം നമ്മൾ ആഗ്രഹിച്ചിരിക്കാനായിരിക്കും അപ്പുറത്ത്. നമ്മളുള്ളിൽ ഇപ്പോഴും പറയാൻ പറ്റില്ല. നീ അഭിനയിക്ക് പോടാ, അഭിനയിക്ക് പോടാ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അനിശ്ചിതാവസ്ഥയാണ്. റോൾ ചെയ്തെന്ന് പറയും, ശരിയായെന്ന് പറയും. പടം വരുമ്പോ കട്ടായി പോയെന്ന് അറിയില്ല. വന്നാൽ മാത്രം അറിയാം. വന്നിട്ട് അത് വർക്കാവണ്ടേ, വർക്കായിട്ട് വേണം അടുത്തൊരാൾ അത് പടം കണ്ട് അടുത്ത പടത്തിലേക്ക് വിളിക്കാൻ. ഇതൊക്കെ നടക്കണ സംഭവമാണ് സാമാന്യ ബുദ്ധിയിലോ ആലോചിച്ച. അപ്പൊ പിന്നെയാണ് പുതിയ ആൾക്കാർ വരുമ്പോ നമ്മളെങ്ങനെ എൻകറേജ് ചെയ്തല്ലേ? ഞാൻ ഒരിക്കലും എൻകറേജ് ചെയ്യാറില്ല. I understand it. I get it. അങ്ങനല്ല, പുതിയ ആളുകൾ വരുമ്പോഴാണ് നമ്മൾ പുതിയതാവും. ഈ ഇതേപോലെ ഒരു പുതിയ ആള് നമ്മുടെ ഒരു പടത്തിൽ വന്ന് അഭിനയിച്ചു, ഒരു 2 സീൻ അഭിനയിച്ചു. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒരു കോളേജ് സീക്വൻസ് എടുക്കുമ്പോൾ അവിടുത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു അഭിനയിച്ച്. നമ്മൾ ഭയങ്കരമായിട്ട് ഷൂട്ടിംഗ് ടൈമിലൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഫൈനൽ എഡിറ്റ് വന്നപ്പോൾ പുള്ളീൻ്റെ സീൻസ് കട്ടായി പോയി. പുള്ളിനെ വിളിച്ചു പറയാൻ നമ്പർ ഉണ്ടായില്ല. വിളിച്ചു പറഞ്ഞ സങ്കടം. പക്ഷെ ഫസ്റ്റ് ഡേ പുള്ളി പോയിരിക്കുമ്പോ അത് പിന്നെ സങ്കടല്ലേ? അതിന് മുമ്പ് നമ്മൾ പറഞ്ഞു അത് ആക്ടറിന്റെ ജീവിതത്തിലുള്ള നിത്യ സംഭവമാണ്. പക്ഷെ അങ്ങനെ വിളിച്ചു പറയോ നിങ്ങൾ? വിളിച്ചു പറയാറില്ല നമ്മളങ്ങനെ സാധാരണ. അങ്ങനെ സാക്ഷികളാണ്. ഈ കക്ഷിനെ വിളിച്ചു പറയാനുള്ള നമ്പർ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഫസ്റ്റ് ഡേ പുള്ളി നമ്മളൊക്കെ തിയേറ്ററിൽ എത്തുമ്പോൾ പുള്ളി അവിടെ ഉണ്ട്. അപ്പൊ ഞാനാണ് പോയിട്ട് പുള്ളി ഇതിലില്ല, കട്ട് ചെയ്ത് പോയി. അത് എനിക്ക് എന്റെ ലൈഫിൽ ഞാൻ പറഞ്ഞതില് ഏറ്റവും വൺ ഓഫ് ദ ടഫസ്റ്റ് സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളെ അയാളറിയാതെ പടന്ന് മാറ്റുകയും ഉച്ചയ്ക്ക് ശേഷം വേറെ ആള് വന്ന് അഭിനയിക്കുകയും ചെയ്ത സിറ്റുവേഷൻ, അതും നമ്മൾ പോയി പറയണം. അത് പിന്നെ വേറെ റോള് പറഞ്ഞു വെച്ചാൽ അയാൾ അതിനൊരുങ്ങി വരുമ്പോൾ റോൾ ചേഞ്ച് ചെയ്ത് അതിന് സ്ഥിരം വരുന്ന ഏതെങ്കിലും ആളുകൾ വരികയും ആ സെറ്റിൽ മറ്റേ ചെറിയ റോൾ ചെയ്ത് വീണ്ടും അയാൾ നിൽക്കുകയും അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പാർട്ട് ഓഫ് ലൈഫ്. അതൊക്കെ ഉണ്ടായിരിക്കണം ഒരു ആക്ടറിന്റെ ലൈഫിൽ. ഭയങ്കര സീനല്ല, ചെയ്യാനുള്ള ശക്തിയാണത് ആക്ച്വലി. ശരിയാണ്, അത് കൂടെ വരുന്നതാണൊരു
പിന്നെ അങ്ങനത്തെ കുറെ ഇൻസൾട്ട്സ് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഞാൻ ഒരു ബേസിക്കലി ഒരു നെപ്പോ കിഡ് എന്നൊക്കെ പറഞ്ഞ നെപ്പോ കിട്ടായാലും സമ്മതിച്ചിട്ടില്ലല്ലോ സ്ക്രിപ്റ്റിലാണ്. അതെ. പക്ഷെ അത് പുറമെ അറിയില്ലല്ലോ. പുറമെ പറയുമ്പോ നമുക്ക് പറയാലോ നെപ്പോ കിടുന്ന് അല്ലെ. അപ്പൊ അതിന്റെ ഒരു കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷെ അതിന്റെ കുറച്ച് നമ്മള് എല്ലാത്തിനും അഡ്വാൻറ്റേജും ഉണ്ട് ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട്. അതിലൊരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഒരു എനിക്ക് തോന്നുന്നു വാച്ചിന്റെ കരിയറിലെ ഫസ്റ്റ് ഫ്ലോപ്പ് വന്നത് ഞാൻ എന്തോ 6th എന്തോ പഠിക്കുന്ന ടൈമില്ല. അപ്പൊ ഞാൻ തിയേറ്ററിലൊക്കെ പോയി സിനിമ കാണുമ്പോൾ ഫസ്റ്റ് ഡേ കാണുമ്പോൾ എല്ലാവരും നമ്മൾ ചെറുതായോണ്ടായിരിക്കും പണം വന്ന് വർക്കാണ് ഹിറ്റാണ് എന്നൊക്കെയുള്ള ഞാനും അത് വിശ്വസിച്ചു വന്നു. പിന്നീട് വീട്ടിൽ കോളൊക്കെ വരും, ലവ് ആൻഡ് സിംഗപ്പൂർ. അപ്പൊ കോളൊക്കെ വരുമ്പോ ചോദിക്കും എന്ത് മാങ്ങാത്തൂലി പഴം എടുത്ത് വെച്ചേക്കണെന്നൊക്കെ ചോദിക്കുമ്പോ കോള് വരുന്ന കണ്ടവര് വിളിച്ച് എനിക്ക് ആ ടൈമിലൊന്നും സോഷ്യൽ മീഡിയ അത്ര സ്ട്രോങ് അല്ല. അപ്പൊ നമ്പർ എടുത്ത് വീട്ടിലോട്ടാണ് വിളിക്കാറ്. അപ്പൊ എനിക്ക് ചെറുപ്പം തൊട്ട് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കേൾക്കും. പിന്നെ സിനിമ വർക്കായില്ലെങ്കിൽ സ്കൂളിൽ വെച്ചിട്ടൊക്കെ എൻ്റെ ടീച്ചർ ക്ലാസ്സിന്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് അതിലുള്ള കുറെ സീൻസ് പോയിന്റ് ഔട്ട് ചെയ്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ സിനിമ ഇതാണ് ഇതിന്റെ പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ പിള്ളേരൊക്കെ കൂടുതലൊരു പടം വർക്കാവുമ്പോൾ നമ്മുടെ ആളുകളുടെ സമീപനം, വർക്കാതെ ഇരിക്കുമ്പോൾ നമ്മുടെ ആളുടെ സമീപനം ഒക്കെ നമുക്ക് മനസ്സിലാവും. ഓരോ വ്യക്തികളും നമ്മളോട് പെരുമാറുന്നതും സമീപിക്കുന്നതും ഒക്കെ അതൊക്കെ നമുക്കറിയാം. ഹിറ്റടിക്കുമ്പോഴും ഹിറ്റടിക്കാതിരിക്കുമ്പോഴും. ഒരു നെപ്പോ കിഡ് എന്ന് പറഞ്ഞ ഒരു കേക്ക് വാക്ക് അല്ല. കേക്ക് വാക്ക് എന്ന് പറഞ്ഞാൽ മറ്റേ ക്യൂൻസ് വാക്കിന്റെ അടുത്തുള്ള ഏതെങ്കിലും ആണോ? പനമ്പള്ളി എന്നുള്ള എന്റെ പൊന്ന് ഷൈൻ ചേട്ടാ. കുറച്ച് കൂടുതലാണ് പനമ്പള്ളി ക്യൂൻസ് വാക്ക്. അല്ല അത് അവിടെ അല്ലല്ലോ, അതാ അവിടെ ചാത്തിയത്രോട്. അവിടെ ഒരു ക്യൂൻസ് വാക്ക് ഉണ്ട് വേറെ പനമ്പള്ളി നല്ല ഉണ്ട്. ദേവിക ട്രെയിലർ കാണുമ്പോഴേ യൂഷ്വലി എല്ലാ സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ള ഭയങ്കര മോളായിട്ട് ഭയങ്കര പാവമായിട്ടൊക്കെയാണല്ലോ. ഇതിൽ കാണുമ്പോ ഒരു മറ്റേ ഡ്രഗ് മാഫിയ ക്വീൻ ഒക്കെ പോലത്തെ സാധനമാണല്ലോ. അങ്ങനത്തെ ഒക്കെ ഒരു ഫീൽ ആണല്ലോ. അറിയുന്നത് വില്ലത്തി വില്ലത്തി സബ്ജക്റ്റുകളാണല്ലോ അത്. ഡ്രഗ് മാഫിയ മീൻസ് മെഡിസിൻസ് ഈസ് ഡ്രഗ് മാഫിയ. ഡ്രഗ് ബിസിനസ് എന്ന് പറയുന്നത് പൊന്നു ഷൈൻ ചേട്ടാ മിണ്ടണ്ട കേട്ടോ. നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ മെഡിക്കൽ സ്റ്റോറുകൾ ഡ്രഗ് ബിസിനസ് ഡ്രഗ് സ്റ്റോർ എന്നാണ് ടെക്നിക്കലി കറക്റ്റ്. അല്ലെങ്കിൽ ഷൈൻ ചേട്ടൻ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ പോയിന്റ് ആണ്. പക്ഷെ അത് പറയേണ്ട ഒരു കാര്യം അതറിയാലേ. ഇല്ല ബേസിക്കലി വില്ലത്തി അങ്ങനെയല്ല. പാവം കുട്ടി ആയിരുന്നില്ല. 2 തവണ ചെയ്ത ക്യാരക്ടേഴ്സും മോളാണ്. അതിൽ നിന്നുള്ളൊരു ഷിഫ്റ്റ് ഉണ്ട്. അതിൽ നിന്നിപ്പം ഒരു അഡൾട്ട് എന്നുള്ളൊരു ക്യാരക്ടറും അപ്പൊ അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട്. ഇന്റൻഷൻസിലും ആക്ഷൻസിലും കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റീസിലും ഒക്കെ ആ ഡിഫറൻസ് ഉണ്ട്. അപ്പം ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. പ്രണയം ആദ്യമായിട്ടാണോ സിനിമയിൽ ചെയ്യുന്നത്? അല്ല അല്ലല്ലോ. നസ്ലിന്റെ വൺ വേ ആയിരുന്നു. മകളിലൊക്കെ അത് വൺ വേ എന്ന് പറഞ്ഞ ഒരു എസ്റ്റാബ്ലിഷ്. ശരിക്കും പ്രണയം ആദ്യമായിട്ടാണോ? ശരിക്കും പ്രണയിക്കുന്നത് ആദ്യമായിട്ടാണോ? ശരിക്കും പ്രണയിക്കുന്നില്ലല്ലോ. അല്ലല്ല ഞാൻ പറയുന്നത് ആക്ച്വലി സിനിമയിൽ അല്ലാതെ പ്രണയിച്ചിട്ടില്ലേ? ലൈൻസും ബോയ്ഫ്രണ്ട് പ്രണയിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ. ബോയ്ഫ്രണ്ട് ഗേൾഫ്രണ്ട് ഈസ് വെരി കോമൺ സ്കൂളിലൊക്കെ. പക്ഷേ ലൈക്ക് ബെസ്റ്റ് ഈസ് ഇല്ല, ഇറ്റ്സ് ഡൺ ആൻഡ് ഡസ്റ്റഡ്. അതൊക്കെ തട്ടി കളഞ്ഞു. അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയല്ല. അതിപ്പോ ഭയങ്കര കുട്ടിയാകുമ്പോഴത്തെ ഇന്നസെന്റ് ഫണ്ണായിരുന്നു അപ്പോഴത്തെ. പിന്നെ അതൊക്കെ തീർന്നു. എന്താ പറഞ്ഞ അതൊക്കെ തീർന്നു. അതെന്താ ഇന്നസെന്റ് പണ്ട് നമ്മുടെ കാമുകി കാമുകന്മാരില്ലാത്ത ഒരു മൊഞ്ചത്തി ഉണ്ടല്ലോ പാട്ടില്. എന്നിട്ട് എന്താ കാര്യം? കാമുകൻ ഇല്ലല്ലോ, കാമുകനില്ലേ സിനിമയില്? കാമുകനില്ലേ? അല്ല ഭർത്താവ്. പാട്ട് കല്യാണ പാട്ടൊക്കെ ഉണ്ടല്ലോ. നമ്മള് വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോന്നു. അങ്ങോട്ടൊരു നോട്ടം എന്റെ ഇടയില് ഞാൻ കണ്ടില്ലാന്ന് കരുതല്ലേ. നമ്മള് ഈ ഓണത്തിന് സെറ്റാക്ക ഷൈൻ ചേട്ടാ. സമാധാനപ്പെടും. ചിപ്സ് അല്ലേ? ശരിയാക്കാം. ചിപ്സ് അല്ലല്ലോ, ചിപ്സ് ചിപ്സ് ചിപ്സ്. യാ മാൻ. ഉമ്മൻ
പറയണം ലെറ്റ്സ് കണ്ടിന്യൂ. നല്ലൊരു പാട്ട് ഇറങ്ങിയിരുന്നു ഞങ്ങളുടെ കല്യാണത്തിന്റെ, എല്ലാരും കൂടെ ഉള്ളതായിരുന്നു. വാട്ട് ഈസ് യുവർ റോൾ? അതില് റസിയ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, സാധാരണ ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുന്നുണ്ട് ഇതില്. പിന്നെ ആ കുട്ടികള് ആ സിനിമയിൽ വരുന്ന സിറ്റുവേഷൻ വൈസ് എല്ലാവർക്കും ഒരു സപ്പോർട്ടായിട്ട്, മോറൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ അതിലൊരു ഇൻസിഡന്റ് ഉണ്ടാവുന്നു. അതൊക്കെ പറയണോ? അല്ല അതൊന്നും പറയണ്ട. അല്ല, ഒരു incident ഉണ്ടാവുന്നു. നാദിർഷയ്ക്ക് പറഞ്ഞായിരുന്നു ഒരു രാത്രി നടക്കുന്ന ഇൻസിഡന്റ്, അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ, അത്ര തന്നെയല്ലേ ഉള്ളൂ. അത് പറഞ്ഞെന്ന് വെച്ചാൽ കുഴപ്പമില്ലല്ലോ. ഇൻസിഡന്റ് പറഞ്ഞില്ല. ഷൈനിയുടെ 100 സിനിമയൊക്കെ കഴിഞ്ഞില്ലേ? ശരിക്കും ഇപ്പൊ എത്ര സിനിമയായി? സത്യം പറയാലോ, 100 കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. എത്ര സിനിമയായി ഇപ്പൊ? ഇതിങ്ങനെ ചെറിയ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഒരു ഷോട്ട് അങ്ങനെ നോക്കിയതാണ്. എനിക്ക് എന്നെ വിശ്വാസമായിട്ട് പിന്നെ ഞാൻ മൂടി എണ്ണി നോക്കി, സംഭവം കറക്റ്റാ. എന്റെ സിനിമയുടെ നമ്പറൊക്കെ ഉണ്ട് വിക്കിപീഡിയയിൽ, അത് 100 കൂടുതലുണ്ട്. അത് കഴിഞ്ഞ വർഷം എന്തോ 15 സിനിമ ഒറ്റയടിക്ക് 2023 ഇല്ലേ? 15 സിനിമ എന്തോ ചെയ്തിട്ടില്ലേ 2023? ഒരു വർഷം 10-30 പടം ഡയറക്ട് ചെയ്ത ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടില്. അതുണ്ട്. അല്ല ഞാൻ പറഞ്ഞത് നമ്മള് അപ്പൊ അഭിനേതാക്കള് പതിനഞ്ച് ചെയ്തൊന്നും വലിയ കാര്യമില്ല. ഇത് ഇഷ്ടം പോലെ, അതിലും കൂടുതൽ 50 പടം. പാരലലി എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ട് ഒരേ സമയം? എത്ര സിനിമകൾ ഒറ്റ ചെയ്തിട്ടുണ്ട്? അത് 3-4 അങ്ങനെ അങ്ങനെ ചെയ്തു പോകും. എല്ലാം നമുക്ക് വേറെ ഒരു പണി അറിയില്ല, സത്യം പറയാലോ. ജീവിക്കണമെങ്കിൽ ഇത് മാത്രമേ അറിയുള്ളൂ. ഇതിന് വേണ്ടി മാത്രമാണ് ജീവിക്കണം. നമ്മുടെ ഷൂട്ടിന്റെ ടൈമിലും ഡേ ടൈമിൽ വേറെ ചെയ്തിട്ട് നൈറ്റില് നമ്മളെ വന്ന വെളുപ്പിന് 5 മണി വരെയൊക്കെ ഷൂട്ട് ഉണ്ടാവും. അതുപോലെ ഇതുപോലെ ചെയ്തു വെച്ച മൂവീസിന്റെ പ്രൊമോഷനും ഉണ്ടാവില്ലേ? അതുകൊണ്ട് ഞാൻ എത്രാമത്തെ ഇന്റർവ്യൂ കൊടുക്കുന്നത്. ഞാൻ തന്നെ ഇത്ര തന്നെ വർത്താനം പറയാണ്ടിരുന്നിട്ട് തന്നെ എനിക്ക് ക്ഷീണം. അപ്പൊ നിങ്ങൾ മൂഡിലാണ് ഇപ്പൊ. എന്ത് മോഡില്? സീരിയസ് മോഡില്. ആക്ച്വലി ഞാൻ വ്യതിചലിച്ചു പോകുന്നില്ലല്ലോ. എന്ത് പോകുന്നില്ലല്ലോ? വ്യതിചലിച്ചു പോകുന്നില്ലല്ലോ സീരിയസ് മോഡിന്ന്. അനുസരണശീലം വളരെ വളരെ അത്യാവശ്യമാണ് ജീവിതത്തിന്. അനുസരണശീലേ വളരെ വളരെ അത്യാവശ്യമാണ്. അയ്യോ പോലെ അത് ചുമക്കാൻ പോയതാ. അപ്പൊ ഇപ്പൊ ഉണ്ടല്ലോ, അതായത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ആഗ്രഹിച്ച് നടനായ ആളല്ലേ ഇപ്പൊ നിൽക്കുന്ന. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇന്റർവ്യൂവിന് ഷൈൻ ചേട്ടൻ വരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഷൈൻ ചേട്ടൻ ഉണ്ടോ, എന്താ ഷൈൻ ചേട്ടൻ വന്നിട്ട് ഞങ്ങൾ ഇന്റർവ്യൂ എടുക്കാം എന്ന് പറയുന്ന പോലെ ഇപ്പൊ പ്രൊമോഷണൽ ഇന്റർവ്യൂസിന് മാത്രമല്ല സിനിമയിലും അങ്ങനെ ഒരു ആ ഒരു റോൾ ഉണ്ട്, ഒരു സ്റ്റാർ എന്നുള്ള റോള്. അത് എൻജോയ് ഉണ്ട്. ഹൗ ഡു യു? നമ്മൾ എൻജോയ് ചെയ്തില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. എന്താ അതിന്റെ ഒരു ഫീല്? അതിന്റെ ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചെയ്യുന്നു, അത് നമുക്ക് തന്നെ കാണാൻ പറ്റുന്നു. അങ്ങനെ കാണുമോ സ്വന്തം സിനിമകളിരുന്ന്? അപ്പൊ ചിലര് കാണില്ലല്ലോ. ഇല്ല, ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് സ്വന്തം സിനിമകൾ എനിക്ക് കാണുമ്പോ ആക്ച്വലി നമ്മളെ കണ്ണാടിയിൽ കാണാനുള്ള ഇഷ്ടം, പിന്നെ അത് ഫോട്ടോയിൽ കാണാനുള്ള ഇഷ്ടം അല്ലേ? നമ്മുടെ വിഭവം കാണാനുള്ള ഇഷ്ടം, നമ്മൾ ചെയ്യുന്നത് കാണാനുള്ള ഇഷ്ടം, അത് ബാക്കിയുള്ളവർ കാണും. അതൊന്നൊക്കെയാണല്ലോ ഇത് ഉണ്ടായി വരുന്നത് ഒരു ആക്ടർ. സോ കാണാനുള്ള ഇഷ്ടമാണ് ഏറ്റവും ആദ്യം ഉണ്ടാവേണ്ടത്. കാണാൻ ഇഷ്ടമില്ലാത്ത ഒരാൾ മുറിയിൽ അടച്ചു പൂട്ടിയിരിക്കല്ലേ ഉള്ളൂ, പുറത്തിറങ്ങാതെ. ശരിയാണ്, ശരിയാ. അസിസ്റ്റന്റ് ഡയറക്ടർ ടു ആക്ടർ രണ്ടുപേരും അങ്ങനെ ഉള്ള ആൾക്കാരാ. അതിന്റെ ഒരു പ്ലസ് ഉണ്ടാവുമല്ലോ, നിങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ആക്ഷൻ കണ്ടിന്യൂറ്റി, പ്രോപ്പർട്ടി കണ്ടിന്യൂറ്റി, കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി, പിന്നെ ഇതിന്റെയൊക്കെ ബുദ്ധിമുട്ട് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് നമ്മളായിട്ട് അങ്ങോട്ട് ആജ്ഞാപിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടാവില്ല. സോ ഫസ്റ്റ് വി വാണ്ട് ടു ആ സ്ഥലവുമായുള്ള പരിചയപ്പെടൽ എന്ന് പറയുന്നത്, പരിചയപ്പെടൽ, അതാണ് ഇതിനെ ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള സ്റ്റുഡിയോ ഡ്രൈവ് കൊണ്ട്. ഇവിടെ എന്താണ് നടക്കുന്നത്, ഇവിടെ എന്താണ്, ഇതെന്താണ്, ഇതാരാണ്, എന്താണ് എന്നുള്ള ആ പരിചയം നമ്മൾ കംഫർട്ടാക്കും. ഈ കംഫർട്ട് ആണ് ഒരു ആക്ടറിന് ഒരു പെർഫോമർ ഏറ്റവും കൂടുതൽ വേണ്ടത്. അത് നമുക്ക് നമ്മുടെ വീട് പോലെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥിരം വരുന്ന സ്ഥലമായതുകൊണ്ട് ഒരു ചമ്മലുണ്ടാവുമെങ്കിലും ആ ചമ്മൽ പറ്റി ചമ്മൽ പറ്റില്ലേ, ഒരു ചളിവ്, അത് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ. ഒരു അമളി പറ്റാണ്ട് ഓക്കെ അല്ലേ? തനു ഓക്കെ അല്ലേ? തനു ഹാപ്പി അല്ലേ? ഈ പ്രോസസ്സ് ഞാൻ മീഡിയമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അഭിനയിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണെന്ന് വിചാരിച്ചു.
പക്ഷെ അത് അതിലോട്ട് അഭിനയിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. അതെ, അതെ. നമ്മൾ കണ്ടിരുന്ന സമയത്ത് അഭിനയം ഇതിലും പാടായിരുന്നു. ആ പെർഫെക്റ്റ് ആ ഷോട്ട് മാത്രമല്ലേ എടുക്കുള്ളൂ. അതെ, അതെ, ഇപ്പൊ ഒരു പ്ലേ പോലെങ്കിലും എടുക്കുന്നുണ്ടല്ലോ. അതെ. പണ്ട് എക്സാക്ട് ഒരു ഷോട്ട് ഒരു പോയിന്റ് കൊടുത്ത് ചിലപ്പോ 100 അതിരിക്കുക, പിന്നെ ആയിരിക്കും ഒന്നെടുക്കുക. അതെ. അതിനെ 1 to 100 എന്ന് പറയുന്ന ഓർഡറിൽ കറക്റ്റ് ഇതിൽ വരുത്തണം. ആക്ഷൻ കണ്ടിന്യൂറ്റി ഇസ് മെയിൻ. ക്യൂ ഇട്ടിട്ട് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ ഇന്ന് അതിപ്പോ 2 മൾട്ടി ക്യാമറ ഒക്കെ വെച്ചിട്ട് പിന്നെ ഈസിയാണ് അല്ലേ. പണ്ട് സ്പോട്ട് എഡിറ്റൊക്കെ വന്നപ്പോ കുറച്ചും കൂടി പിടിക്കാൻ പറ്റും. അത് ഫിലിമിലൊക്കെ ആയിരിക്കുമ്പോ എങ്ങനെ ഒരു ആക്ഷൻ കണ്ടിന്യൂറ്റി ചെയ്തെന്ന് കട്ട് പറഞ്ഞ കട്ടാ, പിന്നെ ഒന്നും ഇല്ല, ഫോട്ടോ എടുത്ത് നോക്കാനും ഇല്ല, റിവൈൻഡ് അടിച്ച് നോക്കാനൊന്നും ഇല്ല. എവിടെയാണ് കൈ മടക്കി വെച്ച, ഏത് കയ്യിലായിരുന്നു ഗ്ലാസ്, ഇതൊക്കെ നിങ്ങളുടെ പണിയല്ലേ? ഇതൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അപ്പം നോട്ട് ചെയ്യണം. ഓരോ സെക്ഷനിലുള്ളവര് മുടി ഇങ്ങനെയാണ് കെട്ടിവെച്ചത്, മുടി കഴിഞ്ഞെടുക്കായിരുന്നു, 2 വട്ടം കഴിഞ്ഞെടുക്കായിരുന്നു, ഗ്ലാസ് ഇങ്ങനെയായിരുന്നു പിടിച്ചത്. വാപ്സിയൊക്കെ ഈ നമുക്ക് ഞാനൊക്കെ വർക്ക് ചെയ്യുമ്പോൾ സ്പോട്ട് ഉണ്ട്, അപ്പൊ നമുക്ക് നോക്കാം പ്രീവിയസ് ഷോട്ടിലെ കണ്ടിന്യൂറ്റി ഒക്കെ നോക്കാം. വാപ്സിയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ബുക്കില് നോട്ട് ചെയ്യും. അങ്ങനെയായിരുന്നു. ആ കോസ്റ്റ്യൂം ഏതാണ്, പിന്നെ ഇതിന്റെ മുടി അമ്മ കെട്ടി വെച്ച പോലെ അമ്മക്കിട്ട് പയർ വീണ പയർ ഡിസൈനുള്ള പച്ച ഷർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നോട്ടില്. റാഫിക്കയുടെ കൂടെ ഇതില് ഷൂട്ടിങ്ങിന് പോയിണ്ടോ എപ്പോഴെങ്കിലും? കൊറേ ഹിറ്റ് സിനിമകൾ ഉണ്ടല്ലോ, എപ്പോഴെങ്കിലും ഒക്കെ ഏതെങ്കിലും ഷൂട്ട്സിനൊക്കെ പോയിണ്ടോ? ഞാൻ കൊറേ ലൊക്കേഷൻസിൽ പോയിട്ടുണ്ട്, പക്ഷെ എന്റെ ഫസ്റ്റ് മെമ്മറി ഉള്ളത് ഹലോയില് പോയപ്പോഴാണ്, ലാലേട്ടന്റെ സിനിമ. അപ്പൊ ലാലേട്ടനെ ആദ്യമായിട്ട് കാണുന്ന പുള്ളി വന്ന് പരിചയം. അപ്പൊ ശരിയാ സൗണ്ട്. അപ്പൊ ലാലേട്ടൻ ഉണ്ടായി, ജഗജേട്ടൻ ഉണ്ടായിരുന്നു. അവരൊരു സോങ് സീക്വൻസിന് മുമ്പ് വീട്ടിലുള്ള ഒരു പോർഷൻസ് എടുക്കുക. ഞാൻ അവിടെ പോയി അല്ല അവിടെ അങ്ങനെ വീട്ടില് ഹലോ ഷൂട്ട് ഉണ്ടായിരുന്നു. അതൊരു കൊട്ടാരം പോലത്തെ ഒരു അടുത്ത് രാജവർമ്മ താമസിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു ചെറിയ പോർഷനിൽ ഹലോ ഷൂട്ട് ചെയ്യാറുണ്ട്. ഞാൻ ഫസ്റ്റ് ഡേ പോയപ്പോൾ അവൻ്റെ ഹീറോയിൻ്റെ വീട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാപ്സി ഞാൻ എൻ്റെ ഫസ്റ്റ് മെമ്മറിയാണ് ഡയറക്ഷൻ്റെ. അപ്പോൾ എക്സ്റ്റീരിയർ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ വാപ്സിൻ്റെ അടുത്ത് ഇവിടെ ചെയറിലിരിക്കും, എന്നിട്ട് എല്ലാം റെഡിയാണ്. വായിക്കെടുത്ത് ഇങ്ങനെ ക്യാമറ റെയിൻ എന്ന് പറഞ്ഞ് പെട്ടെന്ന് മഴയൊക്കെ വരുന്നു. അപ്പോഴാണ് എൻ്റെ പരിപാടി. അപ്പോ ഇത് വലിയൊരു പ്രോസസ് ആണെന്നൊക്കെ ഫസ്റ്റ് മനസ്സിലാവണ ഒരു സീക്വൻസ് ഹലോല. ഒരു സിനിമ ഡയറക്ട് ചെയ്യാനായിട്ട് ഏതാണ്ട് ശരിയായി വന്നായിരുന്നു എന്ന് റഫീഖ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു. അതായിരുന്നു എന്ന് പറഞ്ഞാൽ വാപ്സിന്റെ ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ട് എനിക്കൊരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് എത്താനുള്ളത് ഒരു കുറച്ചുകൂടി എളുപ്പമുള്ള പ്രോസസ്സാണ്. പക്ഷെ എന്നെ കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചേക്കുന്നത് അഭിനയിക്കാന്നുള്ള ഡയറക്ഷൻ പറ്റും. ഞാൻ കൂടെ ഒരുപാട് പേരുണ്ട് ഇവിടെ. ഒരു സിനിമ കാണുന്ന ഒരു വ്യക്തി ആദ്യം കാണുന്ന ആക്ടേഴ്സിന് മാത്രം അഭിനയിക്കാനുള്ള ഇഷ്ടമാണ് എപ്പോഴും ആദ്യം. അവരാണ് അതിന്റെ ഫേസ്. അഭിനയിക്കാനുള്ള ഇഷ്ടമായിരിക്കും എന്തായാലും ഒരാൾക്ക് ആദ്യമായിട്ട് ഉണ്ടാവുന്നു. ആ വെളുത്തിരയിലുള്ള പോലെ അല്ലെങ്കിൽ തിയേറ്ററിൽ കാണിക്കുന്ന പോലെ കാണിക്കാൻ. ഇപ്പൊ എന്തായാലും സിനിമ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നാദൃഷ്ക പറഞ്ഞത് എനിക്ക് ഉറപ്പാണ് അവന് മലയാള സിനിമയിൽ ഒരു സ്ഥാനമുണ്ട്, അവൻ അതിനൊരു ചാവുണ്ട് എന്നാണ്. ആസ് എൻ ആക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് സിനിമയിൽ അങ്ങ് അഭിനയിച്ചു കഴിഞ്ഞപ്പോ? പറഞ്ഞ മാതിരി അത്ര എളുപ്പ പരിപാടിയല്ല എന്ന് മനസ്സിലായി. ബാക്കി ഞാനിപ്പോ ഫസ്റ്റ് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നതിന്റെ ഒരു എളുപ്പമുണ്ടല്ലോ, അതുണ്ട്. കാരണം എത്ര റീടേക്ക് വന്നാലും ഭയങ്കര ടെൻഷൻ ആവണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. പിന്നെ നാദർഷിക്കാക്ക് ഒരു ക്ലിയർ വിഷൻ ഉണ്ടായിരുന്നു, ഞാൻ എങ്ങനെയാ ചെയ്യണം, എങ്ങനെ പെർഫോം ചെയ്യേണ്ടതെന്നും ഓരോ ഷോട്ടിലും എങ്ങനെ വേണം റിയാക്ട് ചെയ്യാനും എന്നൊക്കെ ഉള്ളത് നാഷിക്ക വന്ന് പറഞ്ഞു തരും. കൂളാണ്, അതുകൊണ്ട് കൂളായിരിക്കുമ്പോഴാണ് നമുക്ക് പെർഫോം ചെയ്യാനൊക്കെ ഈസി, കംഫർട്ട്. ഒരു USP എന്ന് ചോദിച്ചാലേ, അതായത് തിയേറ്ററിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ എന്താ പറയാ? പടം കഴിഞ്ഞാലേ അറിയുള്ളൂ. അല്ല, നിങ്ങൾക്ക് അത് ആളുകൾ നല്ല ഫീലിലേക്ക് എത്തിക്കാനും കുറച്ചു നേരം അവർ മറിഞ്ഞു വേറൊരു കഥയിലേക്ക് എത്തിക്കാനും ഒക്കെയാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അത് കണ്ടു കഴിയുമ്പോഴാണ് അത് പറയാൻ പറ്റുള്ളൂ. പിന്നെ കണ്ടു കഴിഞ്ഞിട്ട് ബാക്കി സംസാരിക്കാം അല്ലേ? എന്നാ പിന്നെ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു കേട്ടോ. താങ്ക് യു.